തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണമെന്ന് കെ ജയകുമാർ റിപ്പോർട്ടറിനോട്. വിശ്വാസികൾക്ക് ബോർഡിനെ വിശ്വസിക്കാനാകണം. തീർത്ഥാടന കാലം ഭംഗിയായി നടത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെ വലിയ വെല്ലുവിളിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ദേവസ്വം ബോർഡിനെ കുറിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ മാറ്റങ്ങൾ അതൊക്കെ മാറ്റിയെടുത്ത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു ശബരിമലയാക്കി ഇതിനെ മാറ്റണം. ഇപ്പോൾ ഏറ്റവും മുൻഗണന എന്നുള്ളത് 17-ാം തീയതി ആരംഭിക്കുന്ന തീർത്ഥാടന കാലം വരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് വളരെ ഭംഗിയായി സന്തോഷത്തോടെ അയ്യപ്പനെ കണ്ട് തൊഴുത് വളരെ വൃത്തിയായി അവിടെ വന്ന് പോകാൻ സാധിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് അയ്യപ്പന് ശബരിമലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് തന്നെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ ഉടൻ ചുമതല ഏറ്റെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ നേതാക്കൾ വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. റോഷിപാലുണ്ട്. റോഷിപാൽ, ദേവസ്വം ബോർഡ് പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഇപ്പോൾ കെ ജയകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ നീക്കം എന്ന് തന്നെ പറയാമല്ലോ അല്ലേ? അരുൺകുമാർ, അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കം ദേവസ്വം ഭരണസമിതി സംശയമുനയിലായി. ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും പരാമർശങ്ങളും നിലവിലെ ഭരണസമിതിക്ക് അടക്കം തിരിച്ചടിയാണ്. നേരത്തെ ഭരണസമിതിയുടെ കാലാവധി നീട്ടാനുള്ള ആലോചന സർക്കാർ നടത്തിയതാണ്. അതടക്കം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരുമ്പോൾ അതിൽ പൊതുസമ്മതിയുള്ള ആളുകൾ വേണം അതിൻ്റെ തലപ്പത്ത് എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു, സർക്കാർ എത്തുന്നു, CPM നേതൃത്വം എത്തുന്നു. അങ്ങനെ നഷ്ടമായ പ്രതിച്ഛായ അതുവഴി വിശ്വാസമടക്കം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ്. കാരണം മണ്ഡലകാലം തുടങ്ങുകയാണ്, ഈ സീസണാണ്. സീസണിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള ആളുകൾ ഈ ഭരണസമിതിയെ നയിക്കണം. ഇല്ലെങ്കിൽ നിലവിലെ ഈ മണ്ഡലകാലത്തെ കൃത്യമായുള്ള ദർശന ക്രമീകരണങ്ങളടക്കം പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കെ ജയകുമാറിനെ പോലെയുള്ള നേരത്തെ അവിടെ ചുമതലയുണ്ടായിരുന്ന ഏറ്റവും പരിചയസമ്പത്തുള്ള ജനപ്രീതിയുള്ള ഉദ്യോഗസ്ഥനെ മുൻ ചീഫ് സെക്രട്ടറിയെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സർക്കാർ. കാരണം ഇത് പ്രതിപക്ഷത്തിന്റെ പ്രധാന രാഷ്ട്രീയ ആയുധം കൂടിയാണ്. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ചർച്ചയാകും. അതുകൊണ്ട് കെ ജയകുമാറിലൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ദേവസ്വം ഭരണസമിതിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആ തകർത്ത വിശ്വാസം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് സർക്കാരിനും CPM നേതൃത്വത്തിനും. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. കെ ജയകുമാർ പറഞ്ഞതനുസരിച്ച് മണ്ഡലകാലത്തിലേക്കാണ് ശ്രദ്ധ. കുറ്റമറ്റ രീതിയിൽ മണ്ഡലകാലം നടത്തണം. ഭക്തരുടെ വിശ്വാസം തിരികെ പിടിക്കണം. ദേവസ്വം ബോർഡിന്റെ ഉള്ളിലാണ് പ്രശ്നങ്ങളുള്ളത്, സിസ്റ്റം എററായിരിക്കുന്നത്. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിന് പരിഹാര മാർഗങ്ങൾ വേണം. ബാഹ്യശക്തികൾ എന്നുള്ളതൊക്കെ അതൊരു കെട്ടുകഥയാവാം. ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കുക. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. വലിയ വെല്ലുവിളിയാണ് എന്നും ജയകുമാർ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിക്കാനുള്ള തീരുമാനം ഭാവി വികസനത്തിന് കൂടുതൽ പ്രചോദനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. എപ്പോഴും രാഷ്ട്രീയ നിയമനം നടന്നിട്ടില്ല. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പ്രയോക്താവാണ് ജയകുമാർ. സർക്കാരിൻ്റേത് നല്ല കാഴ്ചപ്പാടെന്നും PS പ്രശാന്ത് പറഞ്ഞു. PS പ്രശാന്ത് പറഞ്ഞതുകൂടി കേൾക്കാം. ജയകുമാർ സാറിനെ പോലെ പരിണിത പ്രജ്ഞനും അനുഭവ പാരമ്പര്യവും പണ്ഡിതനും ഒക്കെ ആയ ഒരാള് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ വലിയ സന്തോഷമാണ്, വലിയ സന്തോഷം, അഭിമാനമാണ് തോന്നുന്നത്. ഈ മണ്ഡല മകരവിളക്ക് കാലം പരിപാടികളിലൊക്കെ എത്തി നിൽക്കെ അദ്ദേഹത്തെ പോലെ ഒരാളിനെ നിയോഗിച്ചത് ഈ മണ്ഡലവിളക്ക് മഹോത്സവം നന്നായി നടക്കുന്നതിന് പ്രചോദനമാകും. ദേവസ്വം ബോർഡിന്റെ മുൻകാല പ്രസിഡന്റുമാരേക്ക് എടുത്താൽ എപ്പോഴും പക്ക പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളിനെ തന്നെ വെച്ചതായി കാണുന്നില്ല. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ആ ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ തന്നെ പ്രയോക്താവിനെ അല്ലെങ്കിൽ അതിന്റെ തന്നെ ഒരു നേതൃത്വം പ്ലാനൊക്കെ ചെയ്ത ഒരാളിനെ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ശബരിമലയുടെ ഭാവി വികസനത്തിന് കൂടുതൽ പ്രചോദനമാകുമെന്നാണ് ഞാൻ ജയകുമാർ വച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.